ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. സ്വാമിത്വ പദ്ധതിയുടെ കീഴിൽ രാജ്യത്തെ 50,000 ഗ്രാമങ്ങളിലായി 65 ലക്ഷത്തിലധികം ഭൂ അവകാശ രേഖകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്തു. ഇന്ത്യൻ സംസ്കാരത്തിന്റെയും സാമൂഹിക ഐക്യത്തിന്റെയും സംഗമമാണ് മഹാകുംഭമേളയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് ബംഗളൂരു മത്സരം സമനിലയിൽ. കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം അല്പസമയത്തിനകം കൊച്ചിയിൽ. വാർത്തകൾ വിശദമായി. സ്വാമിത്വ പദ്ധതിയുടെ കീഴിൽ 65 ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്തു. 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 50,000-ലധികം ഗ്രാമങ്ങളിലെ വസ്തു ഉടമകൾക്കാണ് ഭൂ അവകാശ രേഖകൾ നൽകിയത്. രാജ്യത്തെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ ചരിത്രപരമായ ദിവസമായി ഇതിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. സ്വത്തിന്റെ ശരിയായ രേഖകൾ ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കാൻ സഹായിക്കുകയും അനധികൃത കയ്യേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീകൾ നിർണായക പങ്കുവഹിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. साथियों, विकसित भारत के निर्माण में नारी शक्ति की बहुत बड़ी भूमिका है. इसलिए बीते दशक में हमने माताओं बेटियों के सशक्तिकरण को हर बड़ी योजना के केंद्र में रखा है. बैंक सखी और बीमा सखी जैसी योजनाओं ने गांवों में महिलाओं को नए अवसर दिए हैं. നൂതന ഡ്രോൺ സാങ്കേതിക വിദ്യയിലൂടെ സർവേ നടത്തി ഭൂമിയുടെ അവകാശരേഖ നൽകിക്കൊണ്ട് ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക വികസനം വർദ്ധിപ്പിക്കുന്നതിനായി 2020 സ്വാമിത്വ പദ്ധതി ആരംഭിച്ചത്. 3,17,000-ലധികം ഗ്രാമങ്ങളിൽ ഇതുവരെ ഡ്രോൺ സർവേകൾ പൂർത്തിയായി. ലക്ഷ്യമിട്ട പ്രദേശത്തിന്റെ 92% ഇതിൽ ഉൾപ്പെടുന്നു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 31 മുതൽ ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ 31-ന് അഭിസംബോധന ചെയ്യും. ഫെബ്രുവരി 1-ന് ബജറ്റ് അവതരിപ്പിക്കും. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യപാദം ജനുവരി 31 മുതൽ ഫെബ്രുവരി 13 വരെയും രണ്ടാം പാദം മാർച്ച് 10 മുതൽ ഏപ്രിൽ 4 വരെയും നടക്കും. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കോടതി. കൊൽക്കത്ത സീൽദായിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതിയുടെ ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 118-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. ദൂരദർശനിലും പരിപാടി സംപ്രേഷണം ചെയ്യും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞ ഉടൻ തന്നെ പ്രാദേശിക ഭാഷയിൽ മൻ കി ബാത് കേൾക്കാം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ആകെ 1,521 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെയാണ് അവസാനിച്ചത്. 680 പത്രികകളാണ് ഇന്നലെ സമർപ്പിച്ചത്. ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ 40 പേരാണ് പത്രിക സമർപ്പിച്ചത്. തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം. വോട്ടെടുപ്പ് അടുത്ത മാസം 5-നും വോട്ടെണ്ണൽ 8-നും നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ കവചം മുന്നറിയിപ്പ് സൈറണുകളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ ഭാഗമായി സൈറൺ മുഴങ്ങുമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാവേണ്ടതില്ലെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
കേരളത്തിൽ വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ദർശനം നാളെ രാത്രി അവസാനിക്കും. നാളെ വൈകിട്ട് 6 വരെ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് കയറ്റിവിടൂ. രാത്രി മാളികപ്പുറത്ത് രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ ഗുരുതി പൂജയും നടക്കും. മറ്റന്നാൾ പന്തളം രാജപ്രതിനിധി ദർശനം നടത്തിയ ശേഷം തിരുവാഭരണ ഘോഷയാത്രാ സംഘം പന്തളത്തേക്ക് തിരിക്കും. തുടർന്ന് മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് നടയടയ്ക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രയാഗ്രാജ് സന്ദർശിച്ച് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി. ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ആത്മീയ അനുഭവത്തിന്റെയും ഉത്സവമാണ് മഹാകുംഭമേളയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പല രാജ്യങ്ങളിൽ നിന്നായി എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ ഒരുമയോടെ ഇവിടെയെത്തുന്നു. ഇത് സാമൂഹിക ഐക്യത്തിന്റെ കൂടി സംഗമമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. अनेक देशों के लोग भी एकात्मता भाव से आते हैं और मैं मानता हूं कि यह गंगा, यमुना व सरस्वती के साथ सनातन धर्म की आध्यात्मिकता, वैज्ञानिकता और साथ ही साथ सामाजिक समरसता का भी यह संगम है, जिसके लिए प्रधानमंत्री मोदी जी ने कहा है कि महाकुंभ का यह संदेश एक रहेगा भारत देश। और इस सनातन आध्यात्मिक विश्व के सबसे बड़े जन समागम का कुशल संचालन മഹാകുംഭമേളയോടനുബന്ധിച്ച് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിപുലമായ മെഡിക്കൽ സേവന സൌകര്യങ്ങൾ ഒരുക്കി റെയിൽവേ. ആരോഗ്യ പ്രശ്നങ്ങളോ അപകടങ്ങളോ നേരിടേണ്ടി വരുന്നവർക്ക് ഉടനടി വൈദ്യസഹായം നൽകുന്നതിനായി പ്രത്യേക ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 7 കോടിയിലധികം തീർത്ഥാടകർ ഇതിനകം ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തി. 45 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവം അടുത്ത മാസം 26-ന് അവസാനിക്കുമ്പോൾ ഈ സംഖ്യ 50 കോടി കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് FC ബംഗളൂരു FC മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടുന്നു. മത്സരത്തിന്റെ ഭാഗമായി കൊച്ചി മെട്രോ സർവീസ് രാത്രി 11 മണിവരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. 2025-ലെ ICC ചാമ്പ്യൻസ് ട്രോഫിക്കും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുമുള്ള 15-അംഗ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി എന്നിവരെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 19-ന് ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപായി ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ 3 ഏകദിന മത്സരങ്ങൾ കളിക്കും. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ. ഫെബ്രുവരി 20-ന് ബംഗ്ലാദേശിനെതിരെയാണ് ആദ്യ പോരാട്ടം. ശേഷം പാകിസ്ഥാനുമായും ന്യൂസിലൻഡുമായും മത്സരിക്കും. ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിൽ നടക്കും. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ വീട്ടിനുള്ളിൽ കടന്നുകയറി ആക്രമിച്ച കേസിൽ ആകാശ് എന്നയാൾ ഛത്തീസ്ഗഡിൽ പിടിയിൽ. മുംബൈ ഹൌറ ജ്ഞാനേശ്വരി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇയാളെ RPF ആണ് പിടികൂടിയത്. മുംബൈ പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെരച്ചിൽ. സൈബർ ഭീഷണി, ഇന്റലിജൻസ്, ക്രിമിനൽ അന്വേഷണങ്ങളിൽ ഡിജിറ്റൽ ഫോറൻസിക്സ് എന്നിവയിൽ സഹകരണവും വിവരങ്ങൾ പങ്കുവയ്ക്കലും വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും അമേരിക്കയും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. യുഎസിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വാത്രയും US ആഭ്യന്തര സുരക്ഷാ ആക്ടിംഗ് ഡെപ്യൂട്ടി സെക്രട്ടറി ക്രിസ്റ്റി കനേഗല്ലോയും വാഷിംഗ്ടൺ DC-യിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗ്ലാദേശ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം, ദേശീയത, സോഷ്യലിസം എന്നീ വാക്കുകൾ നീക്കം ചെയ്യാൻ ശുപാർശ ചെയ്ത് ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവായ ഡോക്ടർ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നിയമിച്ച കമ്മീഷനാണ് ഭരണഘടനാ ഭേദഗതി ശുപാർശ ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാമിത്വ പദ്ധതിയുടെ കീഴിൽ രാജ്യത്തെ 50,000 ഗ്രാമങ്ങളിലായി 65 ലക്ഷത്തിലധികം ഭൂ അവകാശ രേഖകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്തു. ഇന്ത്യൻ സംസ്കാരത്തിന്റെയും സാമൂഹിക ഐക്യത്തിന്റെയും സംഗമമാണ് മഹാകുംഭമേളയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് ബംഗളൂരു മത്സരം സമനിലയിൽ. കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം കൊച്ചിയിൽ പുരോഗമിക്കുന്നു.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.